നമസ്കാരം. ജീവിതത്തിൽ ഫിനാൻഷ്യൽ ഗോൾ ഉള്ള വ്യക്തിയും ഇല്ലാത്ത വ്യക്തിയും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് നമുക്ക് ഈ വീഡിയോയിലൂടെ നോക്കാം. കുറച്ചധികം ആളുകൾ മാരത്തോൺ റേസിൽ പങ്കെടുക്കുന്നെന്ന് കരുതാം. ചില ആളുകൾക്ക് കൃത്യമായ ലക്ഷ്യമുണ്ടാകും, അതിനുള്ള സമയവും അവർക്കറിയാം, കൃത്യമായി അവിടെ ഓടിയെത്തുമെന്നുള്ള ഉറപ്പുമുണ്ട്. ഇനി യാതൊരു ലക്ഷ്യങ്ങളുമില്ലാതെ മാരത്തോൺ റേസിൽ പങ്കെടുക്കുന്നവരുമുണ്ടാകാം. അതേപോലെ തന്നെയല്ലേ ശരിക്കും ഫിനാൻഷ്യൽ ഗോൾ ഉള്ളവരും ഇല്ലാത്തവരും തമ്മിലുള്ള വ്യത്യാസം? ഫിനാൻഷ്യൽ ഗോൾ ഉള്ള വ്യക്തി കൃത്യമായ പ്ലാനിങ്ങിലൂടെ ലോങ് ടൈമിലേക്ക് അദ്ദേഹത്തിന്റെ എല്ലാ ഗോളുകളും അച്ചീവ് ചെയ്യുന്നു. അത് റിട്ടയർമെന്റ് ആകാം, ഹോം ആകാം, ചൈൽഡ് എഡ്യൂക്കേഷൻ ആവാം, ട്രാവൽ ആകാം, അങ്ങനെ പലതുമാകാം. എന്നാൽ യാതൊരു ഗോളും ഇല്ലാതെ മുൻപോട്ട് പോകുന്ന വ്യക്തി അദ്ദേഹത്തിന്റെ ആദ്യത്തെ സാലറി വരുമ്പം തന്നെ EMIയുടെയും ക്രെഡിറ്റ് കാർഡിന്റെയും പുറകിൽ പോകും. ക്രെഡിറ്റ് കാർഡിന്റെ പേയ്മെന്റ് ഒന്ന് വൈകിപ്പോയാൽ ഒരു മാസത്തെ ഇൻട്രസ്റ്റ് മാത്രം 3.6% ആണ്. ഒരു വർഷമാകുമ്പോൾ അത് 43% ആണ്. ഇങ്ങനെയുള്ള വ്യക്തികൾ നമ്മുടെ ചുറ്റിനും ഒരുപാടുണ്ടാകും. അവരുടെ മൈൻഡ് എപ്പോഴും ഫിസിക്കൽ ലയബിലിറ്റിയുടെ പുറകിലായിരിക്കും. അതായത് മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടി എന്തെല്ലാം ചെയ്യാൻ കഴിയും, അതാണ് ഫിസിക്കൽ ലയബിലിറ്റി. അത് വീടാകാം, കാറാകാം, ഡ്രസ് ആകാം. ഫിനാൻഷ്യൽ ഗോൾ ഉള്ള വ്യക്തി കൃത്യമായ സമയത്തിനുള്ളിൽ ഫിനിഷിംഗ് പോയിന്റിൽ ഓടിയെത്തുമ്പോൾ ഫിനാൻഷ്യൽ ഗോളും മറ്റ് ഗോളുകളും ഒന്നുമില്ലാത്ത വ്യക്തി റേസിംഗ് എവിടെയാണ് തുടങ്ങിയത് പലപ്പോഴും അവിടെ തന്നെ നിന്നു പോകും. താങ്ക്